പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാ പറഞ്ഞത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. ഖൗഫ് ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്, പേടി കൊണ്ട്, പുറത്തിറങ്ങാൻ പേടി, അതുപോലെ ശത്രുക്കളുടെ പേടി, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പേടി. ഈ രീതിയിൽ ഭയം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. പിന്നെ പട്ടിണി കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വിശപ്പ് കൊണ്ട്, തിന്നാൻ ഭക്ഷണമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. പട്ടിണി, ഒരു നേരത്തപ്പ കഷ്ണത്തിന് വേണ്ടി പാടുപെടേണ്ട ഗതികേട് ഒരുപക്ഷെ അല്ലാഹു നമ്മൾക്ക് നൽകിയേക്കാം. നമ്മുടെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ പോലും കഴിയാതെ, നമ്മുടെ മക്കൾക്ക് അവർക്ക് ആവശ്യമായ വസ്ത്രവും താമസവും ഭക്ഷണവും ഒന്നും കൊടുക്കാൻ കഴിയാതെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപക്ഷേ നമ്മെ പരീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെയോ വനഖ്സിം മിനൽ അംവാൽ, സാമ്പത്തികമായ പ്രയാസം അല്ലാഹു നൽകുമെന്നാണ്. സാമ്പത്തികമായ പ്രയാസം, എത്ര അന്വേഷിച്ചാലും തൃപ്തികരമായ ജോലി ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ ജോലി ചെയ്താൽ തന്നെ തൃപ്തികരമായ സാലറി ഇല്ല. കച്ചവടം തുടങ്ങിയാൽ കച്ചവടത്തിൽ തീരെ അഭിവൃദ്ധിയില്ല, ലാഭമില്ല, നഷ്ടം മാത്രമാണ്. തുടങ്ങിയ കച്ചവടങ്ങളൊക്കെ പൂട്ടേണ്ടി വരുന്നുണ്ട്. ഈ രീതിയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിരന്തരമായ പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്, ശാരീരികമായ പ്രയാസങ്ങൾ അല്ലാഹു നൽകും. ഒരുപക്ഷേ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവരൊരു പക്ഷേ മരണപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. അവർക്ക് മാരകമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, കുടുംബങ്ങൾ, ഇങ്ങനെ മാതാപിതാക്കൾ, ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ പലർക്കും ഒരു പക്ഷേ മാരകമായ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. കൃഷിയിലും നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൃഷിയിലും നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സമയങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകളെ നബിയെ അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇത്തരം സമയങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മുടെ വേണ്ടപ്പെട്ടവരായ ആളുകൾ പെട്ടെന്നുള്ള അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പെട്ടെന്ന് അകാല മരണം അനുഭവിക്കുമ്പോ, ആ സമയങ്ങളിലൊക്കെ നമ്മൾ ആരും നിരാശരായി നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നതിന് പകരം ആ സമയങ്ങളിൽ ഇത് എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, ഇതെന്റെ സൃഷ്ടാവിന്റെ പരീക്ഷണമാണ്, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പ്രയാസങ്ങൾ നൽകും എന്ന ചിന്തയോടെ ക്ഷമിക്കാൻ തയ്യാറായാൽ അത്തരം ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ആരാണ് ക്ഷമിക്കുന്ന ആളുകൾ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, എന്തെങ്കിലും ഒരു പ്രയാസം അവരെ കടന്നുകൂടുമ്പോൾ, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ഒരു തലവേദന വന്നാൽ, ഒരു പനി പിടിപെട്ടാൽ, അതുപോലെ മാരകമായ വല്ല അസുഖങ്ങളും പിടിപെട്ടാൽ, സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടായാൽ, നഷ്ടങ്ങൾ ഉണ്ടായാൽ, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, അവര് പറയുന്നത്
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അഥവാ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നേരിടുന്ന സമയങ്ങളിൽ അല്ലാഹുവിനെ ഓർത്ത് ക്ഷമിക്കാൻ തയ്യാറായി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരാൾ പറഞ്ഞാൽ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം, അല്ലാഹു തആല അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം നൽകുമെന്നാണ്. സ്വലവാതും മിർ റബ്ബിഹിം, അല്ലാഹുവിന്റെ കാരുണ്യം അത്തരം ആളുകൾക്ക് അല്ലാഹു നൽകുമെന്നാണ്. അതേപോലെ വറഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അത്തരം ആളുകൾ വിജയികളാണ്, സന്മാർഗികളാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നൽകാൻ സാധ്യതയുണ്ട്. വലിയ സന്തോഷത്തിൽ ജീവിക്കുന്ന സമയത്തിൽ വലിയ സന്തോഷത്തോടെ ജീവിക്കുകയാവാം. ആ സമയത്തായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബാധ്യതകളോ നഷ്ടങ്ങളോ അസുഖങ്ങളോ നമ്മെ പിടിപെടുന്നത്. നിരാശയാവാതെ ഉടനെ തന്നെ അല്ലാഹുവിലേക്ക് മടങ്ങി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ തൊട്ടുടനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സന്തോഷം നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ആ പ്രയാസത്തിന്റെ തൊട്ടുടനെ ഒരു സന്തോഷം ഉണ്ടാകുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരു പ്രയാസമുണ്ടായാൽ അതിന്റെ തൊട്ടുടനെ ഒരു സന്തോഷം അല്ലാഹു നൽകുമെന്നാണ്. ഒരു മനുഷ്യനും ജീവിതത്തിന്റെ തുടക്കം മുതൽ മരണം വരെ സന്തോഷത്തോടെ ആരും ഇവിടെ ജീവിക്കാറില്ല. അതേപോലെ തന്നെ ഒരാളും ജീവിതത്തിന്റെ തുടക്കം മുതൽ മരണം വരെ പ്രയാസങ്ങൾ അനുഭവിച്ചും ജീവിക്കാറില്ല. ചില സമയങ്ങളിൽ നല്ല സന്തോഷങ്ങൾ ഉണ്ടാകും, ചില സമയങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജീവിതം മുഴുവനും സന്തോഷം മാത്രം, ജീവിതം മുഴുവനും ദുഃഖം മാത്രം, ഈ രീതിയിൽ ഒരാളും ഇവിടെ ജീവിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഗൽഭരായ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, മാ മിൻ ബൈതിൻ മുലിഅ ഫറഹൻ ഇല്ലാ മുലിഅത റഹാ, മാ മിൻ ബൈതിൻ മുലിഅ ഫറഹൻ ഇല്ലാ മുലിഅത റഹാ. ഏതെങ്കിലും ഒരു വീട്ടിൽ സന്തോഷമുണ്ടായാൽ അതിന്റെ തൊട്ടുടനെ ഒരു ദുഃഖമുണ്ടാകും. മാ മിൻ ബൈതിൻ മുലിഅ ഫറഹൻ, ഏതെങ്കിലും ഒരു വീട്ടിൽ സന്തോഷമുണ്ടായാൽ അതിന്റെ തൊട്ടുടനെ ഇല്ലാ മുലിഅത റഹാ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, കരയേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാണെന്ന് തോന്നുന്നു ഈ മഹത്തായ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ യുസീബുൽ മുഅ്മിന മിൻ നസ്ബിൻ, ഒരു സത്യവിശ്വാസിയായ ഒരാൾക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, എന്തെങ്കിലും ഒരു ക്ഷീണം ഒരാൾ അനുഭവപ്പെട്ടാൽ, മാ യുസീബുൽ മുഅ്മിന മിൻ നസ്ബിൻ, ഒരു സത്യവിശ്വാസിക്ക് ക്ഷീണമുണ്ടായാൽ, വലാ വസ്ബിൻ, എന്തെങ്കിലും രോഗമുണ്ടായാൽ, തലവേദനയോ കണ്ണുവേദനയോ ചെവി വേദനയോ നടുവേദനയോ കാലുവേദന മുട്ടുവേദന പനി, അങ്ങനെ ഏതെങ്കിലും ഒരു അസുഖങ്ങൾ, ഷുഗറായാലും പ്രഷറായാലും കൊളസ്ട്രോൾ ആയാലും എന്തെങ്കിലും ഒരു അസുഖം ഒരു സത്യവിശ്വാസിക്കുണ്ടായാൽ, വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ, ഒരു ദുഃഖം ഒരു മുഅ്മിനിനുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ, അതേപോലെ വലാ അദൻ, വല്ല ബുദ്ധിമുട്ടുമുണ്ടായാൽ, വലാ ഗമ്മിൻ, മാനസികമായ പ്രയാസങ്ങൾ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്കുണ്ടായി, ഹത്ത ശൗകത യുശാകുഹാ, അവൻ നടന്നു പോകുന്ന വഴിയിൽ കാലിലേക്ക് ഒരു മുള്ളു തറച്ചാൽ പോലും, അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കസേരയിൽ നിന്ന് തെന്നി താഴെ വീണാൽ, യാത്ര ചെയ്യുന്ന ബൈക്കിൽ നിന്ന്
അപകടം സംഭവിച്ച് താഴെ വീണാൽ, അതേപോലെ യാത്ര ചെയ്യുന്ന കാറുകളുടെ ടയർ പഞ്ചറായി പോയാൽ, എന്തെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന് വേദനിക്കുന്ന, സത്യവിശ്വാസിയുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്വായാ, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോ നമ്മൾക്കൊരു തലവേദന ഉണ്ടാവും, ആ തലവേദനയിൽ ക്ഷമിച്ചത് കാരണത്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഒരുപാട് തെറ്റുകൾക്ക് മാപ്പ് നൽകും. ഒരു പനി വന്നു, ആ പനിയുടെ സമയത്ത് അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായി. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിഭവങ്ങളും പരാതികളും കണ്ട ആളുകളോടൊക്കെ നമ്മൾ വിവരിക്കാൻ പാടില്ല. ആളുകളോട് ദുആ ചെയ്യാൻ പറയാം. അല്ലാതെ നിരന്തരമായി കാണുന്ന ആളുകളോടൊക്കെ എനിക്കൊരുപാട് പ്രയാസമുണ്ട്, ഞാൻ വളരെ പ്രയാസത്തിലാണ്, ഞാൻ വർഷങ്ങളായി രോഗിയാണ്, ഇങ്ങനെ അല്ലാഹു നമ്മൾക്ക് നൽകിയ അസുഖങ്ങളെ, അല്ലാഹു നമ്മൾക്ക് നൽകിയ പ്രയാസങ്ങളെ അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണിച്ചു തരുന്നവനാണ്. ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്ത് യൂനുസിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാൻ പാടുള്ളൂ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. മാ ലാ യൻഫഉക വലാ യദുറുക, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്ത ആളുകളോട് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അഥവാ നമ്മുടെ ഒരു പനി നമ്മുടെ ചങ്ങാതിമാർക്കോ നമ്മുടെ കുടുംബക്കാർക്കോ ഒന്നും മാറ്റിത്തരാൻ കഴിയില്ല. നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ പനി മാറ്റിത്തരാൻ കഴിയില്ല. നമ്മുടെ ചങ്ങാതിമാർക്കോ കുടുംബക്കാർക്കോ ആർക്കും കഴിയില്ല. ആ പനി, അതിന് ശിഫ ലഭിക്കണമെങ്കിൽ അല്ലാഹു തന്നെ തീരുമാനിക്കണം. മരുന്ന് കുടിച്ചാലും ഒരുപക്ഷെ പനിക്ക് ശിഫ ലഭിച്ചു കൊള്ളണമെന്നില്ല. കാരണം എത്രയോ പനി ബാധിച്ച ആളുകൾ മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ മരുന്ന് ശരീരത്തിന് എഫക്ട് ചെയ്യാതെ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ നിരവധിയുണ്ട്. ഒരേ അസുഖമാണ് രണ്ടുപേർക്ക് വന്നത്, രണ്ടുപേരും കാണിച്ചത് ഒരേ ഡോക്ടറെയാണ്, രണ്ടുപേർക്കും ഡോക്ടർ മരുന്ന് കൊടുത്തത് ഒരേ മരുന്നാണ്. എന്നാൽ ഒരാൾക്ക് മരുന്നിന് ശിഫ ലഭിച്ചു, മറ്റേയാൾ മരണപ്പെട്ടു പോയി. മരുന്ന് ഒന്നാണ്, ഡോക്ടർ ഒന്നാണ്, കഴിച്ചതും ഒരുപോലെയാണ്, അസുഖവും ഒന്നാണ്. എന്നാൽ ഒരാൾ മരണപ്പെട്ടു, ഒരാൾക്ക് ശിഫ ലഭിച്ചു. മരുന്നാണ് ശിഫ നൽകുന്നതെങ്കിൽ രണ്ടാമത്തവനും ശിഫ ലഭിക്കണമായിരുന്നു. പക്ഷേ മരുന്നുകളല്ല ശിഫ നൽകുന്നത്, ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാവണം. നമ്മുടെ ഏത് അസുഖമായാലും, തലവേദനയായാലും, ക്യാൻസർ ആയാലും, ശരീരത്തിന്റെ തളർച്ചയായാലും, ക്ഷയമായാലും, ഏത് അസുഖമായാലും ശിഫ നൽകുന്നത് അല്ലാഹുവാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാവണം. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകും, നമ്മുടെ അസുഖങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകും. അല്ലാതെ കുറെ മരുന്ന് കുടിച്ചതുകൊണ്ട്, ഒരുപാട് ഗുളികകൾ കഴിച്ചതുകൊണ്ട്, ഒരുപാട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ശിഫ ലഭിക്കുമെന്ന് ആരും വിചാരിക്കരുത്. അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. മരുന്നെടുക്കാൻ പറഞ്ഞു, ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഈ മരുന്നെടുത്താലും ഡോക്ടറെ കണ്ടാലും എനിക്ക് ശിഫ നൽകാൻ എന്റെ റബ്ബിനെ കഴിയുള്ളൂ എന്ന വിശ്വാസം നമ്മൾക്കുണ്ടാവണം. എന്നിട്ട് നമ്മൾ മരുന്ന് കുടിക്കണം. എങ്കിൽ നമ്മുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫ നൽകും. അല്ലാഹുവിനോട് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യുക. വെറുതെ ജനങ്ങളോട് നമ്മുടെ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? ജനങ്ങളോട് നമ്മുടെ പരിഭവങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ജനങ്ങളോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ജനങ്ങളോട് പറയാം, നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണം, ഞാൻ കുറച്ച് പ്രയാസത്തിലാണ്, അത്ര മതി. അല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ കഥകളും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഉസ്താദുമാർ, നല്ലവരായ ആളുകളെ കണ്ടാൽ ഞാൻ കുറച്ച് പ്രയാസത്തിലാണ്, നിങ്ങൾ ദുആ ചെയ്യണം, അത്ര പറഞ്ഞാൽ മതി. അവരുടെ ദുആ ഒരുപക്ഷെ അല്ലാഹു നമ്മൾക്ക് ശിഫ നൽകിയേക്കാം. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്,
നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടായാൽ നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടായാൽ അല്ലാഹുവല്ലാതെ വേറെ ഒരാളും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുകയില്ല. നമ്മൾക്കൊരസുഖമുണ്ടായാൽ, സാമ്പത്തികമായ പ്രയാസമുണ്ടായാൽ, മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായാൽ അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും അത് മാറ്റിത്തരാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് വല്ല ഖൈറും അല്ലാഹു ഉദ്ദേശിച്ചാൽ, നിങ്ങൾക്ക് വല്ല നന്മയും അല്ലാഹു ഉദ്ദേശിച്ചാൽ, അഥവാ നിങ്ങളൊരു മുതലാളിയാവണമെന്ന്, നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാകണമെന്ന്, നിങ്ങളൊരു സംഘടനാ നേതാവാകണമെന്ന്, നിങ്ങളൊരു വലിയ വീട് വെക്കണമെന്ന്, വലിയ വണ്ടി ഉണ്ടാക്കണമെന്ന്, കച്ചവടം തുടങ്ങണമെന്ന് അല്ലാഹു തീരുമാനിച്ചു, നിങ്ങളെ ഉഷാറാക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ആ നന്മയെ തടയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വളരണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ വേറെ ഒരാൾക്കും അത് തടയാൻ കഴിയില്ല. കഴിയോ? നമ്മൾ ഉഷാറാവാൻ അല്ലാഹു തീരുമാനിച്ചാൽ വേറെ ആർക്കെങ്കിലും അത് തടയാൻ കഴിയോ? ഇല്ല. ആര് വന്ന് എത്ര ഭാര വെച്ചാലും ഒരു കുഞ്ഞുമോന് നമ്മെ തടയാൻ കഴിയില്ല, നമ്മെ ഇരുത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസക്കാരായി നമ്മൾ മാറുക. ദുആ ചെയ്താൽ അല്ലാഹു നൽകാത്ത പരിഹാരങ്ങളില്ല. എല്ലാ അസുഖങ്ങൾക്കും ശിഫാ ദുആയിലൂടെയാണ്, പ്രയാസങ്ങൾക്കുള്ള മറുപടി ദുആയിലൂടെയാണ്. രണ്ട് ആയുധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലാഹു ഒരുപക്ഷേ എന്തെങ്കിലും ഒരു പ്രയാസം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിനോട് താണു കേണ് ദുആ ചെയ്താൽ ഞാനല്ലാതെ പിന്നെ ആരാണ് അയാൾക്ക് ഉത്തരം നൽകുന്നത്? താണു കേണ് വിനയാന്വിതനായി ദുആ ചെയ്യണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടോ എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ വല്ല ആവശ്യങ്ങളും നിങ്ങൾക്കുണ്ടോ എന്ന്. കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവർ, വർഷങ്ങളായി മക്കളില്ല, നിങ്ങൾ അല്ലാഹുവിനോട് താണുകയാണ് വിനയാന്വിതനായി അല്ലാഹുവിനോട് നിങ്ങൾ എന്തെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? കടങ്ങളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അല്ലാഹുവേ എനിക്ക് കടമുണ്ട്, അല്ലാഹുവേ എനിക്ക് പ്രയാസമുണ്ട് എന്ന് താണുകയാണ് വിനയാന്വിതനായി അല്ലാഹുവിനോട് കടങ്ങൾ പറയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? രോഗമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അല്ലാഹുവേ ഞാൻ രോഗിയാണ് റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞ് 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 താണുകേട് രോഗത്തിന്റെ ശമനം അല്ലാഹുവിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ദുആ എല്ലാറ്റിനും പരിഹാരമാണ്. ദുആണ് എല്ലാറ്റിനും പരിഹാരം. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇഅ്തികാഫിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാനിടയായപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂ ഉമാമ, എന്തിനാണ് ഇങ്ങനെ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ഇത് നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ. ദുഹറിന്റെ സമയമായാലല്ലേ ആളുകൾ പള്ളിയിൽ ഉണ്ടാവുള്ളൂ. ദുഹറിന്റെയും സുബഹിയുടെയും ഇടയിൽ ആളുകളെ പള്ളിയിൽ കാണില്ലല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അബൂ ഉമാമ നിസ്കാരത്തിന്റെ സമയമല്ലാത്ത ഈ സമയത്ത് പള്ളിയിൽ ഇരിക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചു. ആ സമയമാണ് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ് ദുയൂനുൻ വഹുമൂമുൻ ലസിമത്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ഒരുപാട് കടങ്ങളുണ്ട് നബിയേ,
ഒരുപാട് പ്രയാസങ്ങളുണ്ട് നബിയെ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളാണ്, ഞാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടങ്ങളാണ് ഇവിടെ നിന്ന് ദുആ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്, പള്ളിയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബേ, കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഉമാമ, ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. കടമുണ്ടോ, പ്രയാസമുണ്ടോ, ആ കടവും പ്രയാസവുമെല്ലാം മാറിക്കിട്ടാൻ ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അബൂ ഉമാമ പറഞ്ഞു, അതേ നബിയെ, നിങ്ങൾ എനിക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ ലിജാൽ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുവേ, നിങ്ങൾ ദുആ ചെയ്യണം. കടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, എന്നെ നീ പിശുക്കനാക്കി മാറ്റല്ലേ റബ്ബേ. പിശുക്കനായാൽ ഒരുപക്ഷെ സാമ്പത്തികമായ പ്രയാസമുണ്ടാകും. പിശുക്കന്മാരായി മാറിയാൽ അവരുടെ സമ്പത്ത് അല്ലാഹു നശിപ്പിക്കുമെന്നാണ്. പിശുക്കന്മാരുടെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കുമെന്നാണ്. അവരുടെ സമ്പത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ തീർന്നു പോകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും പിശുക്കന്മാരായി മാറാൻ പാടില്ല. അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന്, അശക്തതയിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. അലസതയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ ലിജാൽ. കടങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ അബൂ ഉമാമ എന്ന് പറയുന്ന സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പ്രയാസങ്ങളില്ലാതിരിക്കാൻ, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, വലിയ രോഗങ്ങൾ, സാമ്പത്തികമായ, ശാരീരികമായ അസ്വസ്ഥതകൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ദുഃഖത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ ലിജാൽ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ ദുആ എല്ലാ സുബ്ഹിക്ക് ശേഷവും ഒരു തവണ നീ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ, ഇതേപോലെ മഗ്രിബിന്റെ ശേഷം നീ ദുആ ചെയ്താൽ അല്ലാഹു തആല നിന്റെ എല്ലാ പ്രയാസങ്ങളും തീർത്തുതരുമെന്ന്, നിന്റെ എല്ലാ കടങ്ങളും അല്ലാഹു തീർത്തുതരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിരന്തരമായി ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ ലിജാൽ. ഇങ്ങനെ ദുആ ചെയ്ത് ഒരാഴ്ചയാകുമ്പോഴേക്കും അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ കടങ്ങളും അല്ലാഹു കൊടുത്തുവിട്ടു എന്നാണ്. ഇതിങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി ദിവസങ്ങളാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും, ദുഃഖവും, പ്രാരാബ്ദങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്തു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് പരിഹാരം ദുആയാണ്, പരിഹാരം പ്രാർത്ഥനയാണ്. നിരന്തരമായി ദുആ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഏറ്റവും നല്ല ദുആ ചെയ്യാനുള്ള സമയം ഏതാണ്? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? അത് സുബ്ഹിക്ക് മുമ്പുള്ള സമയമാണ്. ആ സമയത്താണ് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്.
ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരികയാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അർശിൽ നിന്ന് അള്ളാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമിയിലുള്ള ആളുകളോട് പറയുന്നുണ്ട്, ഹൽ മിൻ ദാഇൻ, നിങ്ങൾക്ക് ദുആ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് എന്നോട് ദുആ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് എന്നോട് പ്രാർത്ഥിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. ഏത് സമയം? ഏത് സമയം? തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം. ഏത് ദിവസം? എല്ലാ ദിവസവും. ഏത് ദിവസം? എല്ലാ ദിവസവും. എല്ലാ ദിവസവും തഹജ്ജുദിന്റെ സമയമായാൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ്. എന്നിട്ട് ഭൂമിയിലുള്ള സകല ആളുകളോടും അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ ദാഇൻ, നിങ്ങൾക്ക് വല്ലതും എന്നോട് ദുആ ചെയ്യാനുണ്ടോ? എന്നോട് പ്രാർത്ഥിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. അപ്പൊ നിങ്ങൾ ദുആ ചെയ്താൽ മതി. ഉണ്ട് റബ്ബേ, എനിക്ക് ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കേണ്ടത്? കടമാണോ? അല്ലാഹുവേ, എനിക്ക് കടമുണ്ട്, എന്റെ കടം നീ വീട്ടിത്തരണം. രോഗമാണോ? രാവിലെ സുബഹിക്ക് മുമ്പെണീക്ക്. തഹജ്ജുദ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പെണീക്ക്. വളരെ സ്വഹീഹായ ഹദീസാണിത്. അല്ലാഹുവേ, എനിക്ക് രോഗമുണ്ട്, ശിഫ തരണം. കുട്ടികളില്ലേ? അല്ലാഹുവേ, എനിക്ക് കുട്ടികളില്ല, കുട്ടി വേണം. കല്യാണ പ്രായമെത്തി, ഇതുവരെ ഒരു ഇണ ശരിയായിട്ടില്ല. അല്ലാഹുവേ, നീ യോഗ്യരായ ഇണയെ തരണം. അതുപോലെ ജോലിയില്ലേ? അല്ലാഹുവിനോട് ജോലി വാങ്ങ്. വീടില്ലേ? അല്ലാഹുവിനോട് വീട് വാങ്ങ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഹൽ മിൻ ദാഇൻ, ആരാ ദുആ ചെയ്യാനുള്ളത്? എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. ഹൽ മിൻ ദാഇൻ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. അള്ളാഹുവിനോട് പാപമോചനം തേടാനുണ്ടോ? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയാനുണ്ടോ? അള്ളാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവേ, എനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. എന്നെ നീ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ റബ്ബേ. ഇങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യാനുണ്ടെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുബ്ഹി നിസ്കാരത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കണം. രോഗങ്ങളാണ് റബ്ബേ, ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളുണ്ട് റബ്ബേ, കൊടുത്തു വിട്ടണം എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. വഹൽ മിൻ സായിലിൻ, ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. അതേപോലെ വഹൽ മിൻ മുസ്തഗ്ഫിരിൻ, എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ? എന്നോട് മാപ്പ് ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം, ഞാൻ പൊറുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രാത്രികളിലും ഒരു 2 മണിയായാൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ്. എല്ലാ രാത്രികളിലും ദുആഇന് ഉത്തരമുള്ള സമയമാണ്. ചോദിച്ചാൽ എന്തും നൽകാൻ തയ്യാറായ അല്ലാഹു അവിടെ കാത്തിരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വെറുതെ പ്രയാസമുണ്ട്, രോഗമുണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ടൊരു കാര്യമില്ല. അതിന് പരിഹാരം കണ്ടെത്തണം. ആരാണ് പരിഹാരം തരേണ്ടത്? അല്ലാഹുവാണ് പരിഹാരം തരേണ്ടത്. എങ്ങനെയാണ് അല്ലാഹു പരിഹാരം നൽകുക? അല്ലാഹുവിനോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അമ്മയുജീബുൽ മുൽത്തറ, താണു കേണ് വിനയാന്വിതനായി കരഞ്ഞ് കരഞ്ഞ് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. താണു കേണ് വിനയാന്വിതനായി അല്ലാഹുവിനോട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഏത് സമയത്താണ് ചോദിക്കേണ്ടത്? സുബഹിയുടെ മുമ്പാണ് ചോദിക്കേണ്ടത്. ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾക്കുള്ള നിബന്ധന എന്താണ്? ഹറാമ് തിന്നുന്നവരാവാൻ പാടില്ല. ഹറാമ് തിന്നിട്ട് ചോദിച്ചാലൊന്നും ഉത്തരം കിട്ടൂലേ? ഹറാമ് തിന്നുന്നവരാവാൻ പാടില്ല. ഹറാമ് ധരിക്കുന്നവരാവാൻ പാടില്ല. ഹറാമായ വീട്ടിലാവാൻ പാടില്ല. ചില ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്നിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അയാൾക്ക് ഞാൻ ഉത്തരം കൊടുക്കേണ്ടത്? അയാൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ചോദിക്കേണ്ട സമയം തഹജ്ജുദിന്റെ സമയമാണ്. ആ സമയത്ത് എണീറ്റിട്ട് തന്നെയാണ് ദുആ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം കൊടുക്കേണ്ടത്? മത്അമുഹു ഹറാം, അയാൾ തിന്നുന്നത് ഹറാമാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം മോഷ്ടിച്ചവനാണ് അയാൾ. മറ്റുള്ളവരുടെ സ്വത്തുക്കൾ മോഷ്ടിച്ചവനാണ് അയാൾ. മറ്റുള്ളവരുടെ സമ്പാദ്യത്തിൽ കൈയിട്ട് വാരിയവനാണ് അയാൾ. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. ആരാന്റെ സമ്പത്ത് മോഷ്ടിച്ചു വാങ്ങിച്ച കുപ്പായമാണ്, അല്ലെങ്കിൽ വേറെ ഒരാളുടെ ഷോപ്പിൽ പോയി അടിച്ചു മാറ്റിയ കുപ്പായമാണ്. വമസ്കനുഹു ഹറാം, അവൻ താമസിക്കുന്ന വീടും ഹറാമാണ്. ആരാന്റെ സമ്പത്ത് മോഷ്ടിച്ചു കെട്ടിയ വീടാണത്, ലോൺ എടുത്തുകൊണ്ട് കെട്ടിയ വീടാണ്. ഈ രീതിയിൽ ഹറാമായ വീട്ടിൽ നിന്ന് ഹറാമായ വസ്ത്രം ധരിച്ച് ഹറാമായ ഭക്ഷണം കഴിച്ച് എന്നോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഞാൻ എങ്ങനെ ഉത്തരം ചെയ്യണമെന്ന് അല്ലാഹു
അള്ളാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹറാമ് തിന്നുന്നവരാവാൻ പാടില്ല, ഹറാമ് ധരിച്ചവരാവാൻ പാടില്ല, വീട് ഹറാമാവാൻ പാടില്ല. ഇതിൽ നിന്നെല്ലാം സംശുദ്ധരായി രാത്രി തഹജ്ജുദ് നിസ്കരിച്ചൊന്ന് കുടിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യ, അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്താ റബ്ബേ, എന്റെ കടങ്ങൾ നീ കൊടുത്തു വിട്ടിത്താ അല്ലാഹ്, എന്റെ ദുഃഖങ്ങൾ മാറ്റിത്താ റബ്ബേ, എന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹു ഉത്തരം തരും മുഅ്മിനീങ്ങളെ, അല്ലാഹു ഉത്തരം തരും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും. ചോദിച്ചത് അല്ലാഹു തരും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിരന്തരമായി ദുആ ചെയ്യാൻ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ, എന്നോട് ദുആ ചെയ്താൽ ഞാനല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുന്നത്? വയക്ഷിഫുസ് സൂഅ, അവന്റെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് മാറ്റിക്കൊടുക്കുന്നത്? വയക്ഷിഫുസ് സൂഅ, അവന്റെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് മാറ്റിക്കൊടുക്കുന്നത്? വയജഅലുകും ഖുലഫാഅൽ അർളി, നിങ്ങളെ ഭൂമിയുടെ പ്രതിനിധികളാക്കി മാറ്റുന്നതും ഇലാഹും അല്ലാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസക്കാരായി നമ്മൾ മാറുക. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിനോട് എത്രയോ ദീനാർ കടം ചോദിക്കുകയാണ്. തന്റെ സുഹൃത്തിനോട് കടം ചോദിച്ചു. ബനൂ ഇസ്രായേൽ നബി തങ്ങൾ പഠിപ്പിച്ചൊരു കഥയാണ്, ഒരു സംഭവമാണ്. കടം വേണം, എത്ര? ഒരു 100 ദീനാർ കടം വേണം. ഓക്കെ, ഞാൻ തരാം, പക്ഷേ സാക്ഷി ആരെങ്കിലും ഉണ്ടോ? സാക്ഷിയുണ്ടോ? എനിക്ക് സാക്ഷിയായി എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുമില്ല. വക്കീലുണ്ടോ? ന്യായാധിപൻ, വക്കീൽ. എനിക്ക് വക്കീലായി എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സാക്ഷിയായും വക്കീലായും എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുമില്ല. 2 പുഴക്കരയിൽ താമസിക്കുന്നവരാണവർ. വലിയൊരു പുഴയാണ്. ആ പുഴയുടെ ഇപ്പുറത്തു നിന്നുള്ളൊരു സുഹൃത്ത് അപ്പുറത്ത് പോയി ഒരാളോട് കടം ചോദിക്കുകയാണ്. എത്രയാണ് കടം വേണ്ടത്? ഒരു 100 ദീനാർ. ഉദാഹരണം, കടം കൊടുക്കണമെങ്കിൽ സാക്ഷി വേണം, എഴുത്തു വേണം, വക്കീല് വേണം, കഫീല് വേണം. ആരാണ് സാക്ഷി? ആരാണ് വക്കീല്? അല്ലാഹുവാണ് വക്കീല്. ആ സമയത്ത് കടം കൊടുക്കുന്ന വ്യക്തി അല്ലാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോ, അല്ലാഹു വക്കീലാണ് എന്ന് പറഞ്ഞപ്പോ, അല്ലാഹു വക്കീലാണെങ്കിൽ, അല്ലാഹു സാക്ഷിയാണെങ്കിൽ, അല്ലാഹുവിനെക്കാളും വലിയ സാക്ഷി വേറെയില്ലല്ലോ, അല്ലാഹുവിനെക്കാളും വലിയ വക്കീല് വേറെയില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിച്ച കടം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് കടം അദ്ദേഹത്തിന് തിരിച്ചു നൽകേണ്ടത്. ഒരു 4-5-6 മാസത്തെ കാലാവധി കൊടുത്തു. ഇന്ന ദിവസം എനിക്ക് തിരിച്ചു തരണമെന്ന്. 2 പേരും തിരിഞ്ഞുപോയി. അഡ്രസ് 2 പേരുടെയും കയ്യിലില്ല. എങ്ങനെയാണിത് കിട്ടുക? ഇന്ന പുഴക്കരയിലേക്ക് ഞാൻ ഇന്ന ദിവസം വരാം, ഏപ്രിൽ 10 ആകുമ്പോഴേക്കും നിങ്ങളുടെ സംഖ്യയുമായി ഞാൻ പുഴക്കരയിലേക്ക് വരാമെന്നാണ് അയാൾ പറഞ്ഞതുപോലെ കടൽക്കരയിലേക്ക് എത്തി. ഏപ്രിൽ 10 ആയി. ഇയാൾ കടൽക്കരയിൽ തന്റെ കാശും കൊണ്ടുപോയ ആളുടെ കടവും കാത്തിരിക്കുകയാണ്. അപ്പുറത്തുള്ള ആളാണെങ്കിൽ കയ്യിൽ കാശും പിടിച്ച് ഒരു തോണി ലഭിക്കാൻ, ഒരു വെള്ളം ലഭിക്കാൻ, ഒരു ബോട്ട് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പുറത്തേക്ക് പോകുന്ന ഒരാളെ കിട്ടിയാൽ അവിടെ പോയി അയാളുടെ കടം കൊടുക്കണം. കയ്യിൽ കാശുണ്ട്. അങ്ങനെ ഇയാൾ പുഴക്കരയിലേക്ക് എത്തി. നോക്കുമ്പോൾ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക് കാരണത്താൽ അന്നാരും ബോട്ട് കടന്നു വന്നില്ല, അന്നൊരു തോണിയും കടന്നു വന്നില്ല, അന്നൊരു വഞ്ചിയും കടന്നു വന്നില്ല. അപ്പുറത്തേക്ക് പോകാൻ അപ്പുറത്തുള്ള ആൾക്ക് ഇന്നാണ് ഡേറ്റ് പറഞ്ഞത്, ഇന്നാണ് അവര് പറഞ്ഞത്. അത് തിരിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷേ അവിടേക്ക് പോകാൻ ആളില്ല. രാവിലെ മുതൽ ഉച്ചവരെ കാത്തുനിന്നു, ആളെ കാണുന്നില്ല. വൈകുന്നേരമായി, ആളെ കാണുന്നില്ല. രാത്രിയാവാനായി, ആളെ കാണുന്നില്ല. എന്നാൽ അതേപോലെ മറുതലയ്ക്കലുള്ള ആ സഹോദരന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. പൈസ കിട്ടാൻ വേണ്ടി രാവിലെ 9 മണിക്ക് വന്നതാണ്, ഉച്ചയായി, ആളെ കിട്ടുന്നില്ല. വൈകുന്നേരമായിട്ടും ആള് വന്നില്ല, കടം തരുന്നില്ല. രാത്രിയാവാറായി. അപ്പോഴാണ് ഈ സമയത്ത് ഈ ഭാഗത്തുള്ള ചെറുപ്പക്കാരൻ
ആരെയും കിട്ടുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യുക? അള്ളാഹുവിനെ വക്കീലാക്കി അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ടാണല്ലോ ഞാൻ കടം വാങ്ങിയത്. അതുകൊണ്ട് ഒരു മരത്തിന്റെ കഷ്ണം എടുത്തുകൊണ്ട് ആ മരം 2 കഷ്ണമായി പിളർത്തിയിട്ട് ആ മരത്തിന്റെ അകത്തളങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ദീനാറുകൾ കെട്ടിവെച്ച് ഒരെഴുത്തും കൂടി അദ്ദേഹം വെക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ഞാൻ കടം വാങ്ങി തിരിച്ചു തരാൻ എനിക്ക് വഞ്ചിയില്ലാതെ ഞാൻ ഇപ്പുറത്തെ കരയിൽ ബാക്കിയായതാണ്. അതുകൊണ്ട് ഈ കത്ത് ലഭിച്ചാൽ ഞാനാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് ഒരു മരത്തിൽ കെട്ടി ആ മരത്തിന്റെ കഷ്ണത്തെ പുഴയിലേക്ക് വലിച്ചെറിയുകയാണ്. അള്ളാഹുവിനെ ബരമേൽപ്പിച്ചിട്ടാണ് ആ കാശും ആ മരത്തിന്റെ കഷ്ണവും പുഴയിലേക്ക് വലിച്ചെറിയുന്നത്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. മറ്റേ വ്യക്തിയാണെങ്കിൽ ഒരുപാട് നേരം കാത്തു നിന്നിട്ട് രാത്രി ആവാറായി, നേരം ഇരുട്ടാറായി, ഇനി ആരും വരുമെന്നുള്ള പ്രതീക്ഷയില്ല. വളരെ നിരാശയോടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ആ സമയത്താണ് അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഏതായാലും ഇവിടേക്ക് വന്നതാണ്, ക്യാഷ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് വീട്ടിലേക്ക് ഇന്നത്തെ പാചകം ചെയ്യാനുള്ള വിറക് കൊള്ളികൾ ശേഖരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടെയുള്ള എല്ലാ വിറകുകളും ശേഖരിച്ച് ഒരു ഭാണ്ഡമാക്കി ഒരു കെട്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഓരോ വിറകുകളും അതിനെ കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം കൊടുത്ത ദീനാറുകൾ ആ മരത്തിന്റെ കഷ്ണത്തിനിടയിൽ കാണാനിടയായത്. ആ കത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് അയാൾ അത്ഭുതപ്പെടുന്നത്. അള്ളാഹുവിനെ ഒരാൾ പരമേൽപ്പിച്ചാൽ, അള്ളാഹുവിനെ ഒരാൾ വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ ഒരാൾ സാക്ഷിയാക്കിയാൽ അള്ളാഹു അവരെ വെറുതെ വിടൂല. അവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകും, അവരെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകും, ദുആ ചെയ്താൽ ഉത്തരം നൽകാൻ അള്ളാഹു ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്ഭുതകരമായ രീതിയിൽ സഹായം നൽകുന്നവനാണ് അള്ളാഹു. നിങ്ങളൊരു കാര്യമാണ് ചെയ്യേണ്ടത്, എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറാവുക. എന്തുണ്ടായാലും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തയ്യാറാവുക. എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറാവുക. വേണമെന്നുള്ള ഉദ്ദേശത്തോടെ, കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല മുഅ്മിനീങ്ങളെ. നിങ്ങൾക്കറിയുമോ മഹദിയായ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനെ നിങ്ങൾക്കറിയില്ലേ? ഫിറഔനിന്റെ കാലം ക്രൂരമായ ഭരണമാണ്. ആളുകളെ, ചെറിയ പിഞ്ചോമന മക്കളെ കഴുത്തുറുത്തു കൊല്ലുന്ന കാലമാണിത്. സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്ന കാലമാണിത്. ആ സമയത്താണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ മാതാവിന് നൽകുന്നത്. മാതാവിന് പേടി തോന്നുകയാണ്, ഈ കുഞ്ഞിനെ എങ്ങാനും ഫിറഔനിന്റെ പട്ടാളക്കാര് കണ്ടുപോയാൽ എന്തായാലും എന്റെ കുഞ്ഞിന്റെ തലയറുത്തു കളയുമെന്നുറപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്യണം ഉള്ള പേടിയോടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് പേടിയില്ലാതെ ഭയമില്ലാതെ ധൈര്യത്തോടെ മുലപ്പാല് കൊടുത്തോളൂ എന്ന്. പേടി വേണ്ട, ദുഃഖിക്കേണ്ട, ധൈര്യമായിട്ട് പാല് കൊടുത്തോളൂ. ഇനി നിങ്ങൾക്ക് പേടി തോന്നിയാൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ പുഴയിലേക്ക് എറിഞ്ഞോളൂ. പേടി തോന്നിയാൽ പുഴയിലേക്ക് എറിഞ്ഞു. ഫിറഔനിന്റെ പട്ടാളക്കാർ വന്നിട്ട് കഴുത്തറുക്കുമെന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആരും കാണാതെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് എറിഞ്ഞോളൂ. ഇങ്ങനെയാണ് ഒരു മാതാവിന് പുഴയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിയാൻ ധൈര്യം വരിക. പണ്ടത്തെ മാതാവാണ്. ഇന്നത്തെ ഉമ്മമാരുടെ കഥകളല്ല. ഇന്നത്തെ ഉമ്മമാർക്ക് ഇതൊന്നും വിഷയമല്ല. മക്കളെ കാമുകന്മാർ അടിച്ചു കൊല്ലുന്നതൊക്കെ രസകരമായി മാതാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ കൊല്ലാൻ കാമുകന്റെ കയ്യിൽ കൊട്ടേഷൻ നൽകുകയാണ്. എന്നിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറയാൻ ചില ഉമ്മമാർ. ഇന്നത്തെ അമ്മമാരുടെ കഥകളായത്. അമ്മമാർ എന്ന് പറഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്ക് സമാനമായ ചില അമ്മമാരുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ കാമുകൻ അടിച്ചവശനാക്കുന്നത് വളരെ ആർത്തിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ആസ്വദിക്കുന്ന ഉമ്മമാർ. ഇങ്ങനെ ഒരു നൊന്ത് പ്രസവിച്ചൊരു മാതാവിന് ഇത് സാധിക്കുന്നു, അല്ലാഹുവിനറിയും. ഇഷ്ടംപോലെ കഥകൾ. കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി ഇറങ്ങിയോടുന്നവർ, കാമുകന്മാർക്ക് വേണ്ടി അര വയസ്സ് പ്രായമുള്ള മുലപ്പാല് നൽകുന്ന കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി ഇറങ്ങിയോടുന്നവർ, അതേപോലെ തനിക്ക് ജനിച്ച കുഞ്ഞിനെ എവിടെയെങ്കിലും കാടുകളിൽ വലിച്ചെറിയുന്നവർ, ഇനി കുഞ്ഞ് വലുതായാൽ അവർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ പോലും മടി കാണിക്കാത്തവർ,
ഈ രീതിയിൽ മനുഷ്യരല്ല മൃഗങ്ങളായി ഇന്നത്തെ മാതാവ്, ഉമ്മ, അമ്മ മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ ഉയർത്തിക്കളഞ്ഞിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കാരുണ്യം ആരോട് കാണിക്കും, ഏത് സമയത്ത് കാണിക്കും എന്ന് ചോദിച്ചാൽ ലോകത്ത് ഏറ്റവും കാരുണ്യം കാണിക്കുന്നത് ഒരു മാതാവ് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്ന സമയത്താണ്. ഒരു മാതാവ് കുഞ്ഞിന് മുലപ്പാല് നൽകുന്ന സമയത്താണ് ഏറ്റവും കാരുണ്യമുള്ള രംഗം നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുക. ഒരു കുഞ്ഞിന് മുലപ്പാല് നൽകുന്ന മാതാവിന്റെ മനസ്സാണ് കാരുണ്യമുള്ള മനസ്സ്. എന്നാൽ ആ മാതാവ് വരെ കുഞ്ഞിനെ വലിച്ചെറിയാൻ മടിക്കാത്ത കാലമായി നമ്മുടെ കാലം മാറി. അള്ളാഹുവിന്റെ ഹബീബ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് പറയുകയാണ്, മൂസാ നബിയുടെ മാതാവേ, നിങ്ങൾക്ക് പേടി തോന്നുകയാണ്, കഴുത്തറുത്ത് കൊല്ലുമോ എന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളുടെ കുഞ്ഞിനെ ആ കാണുന്ന പുഴയിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ. ഒരു മാതാവിന് എങ്ങനെ സാധിക്കും വലിച്ചെറിയാൻ? പക്ഷേ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു, നിനക്ക് ഞാൻ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തരും. നിന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തിരിച്ചു തന്നാൽ പോരെ, ഒരു ദുഃഖവും വേണ്ട, ഒരു വിഷമവും വേണ്ട, നിന്റെ കുഞ്ഞിനെ നിനക്ക് തന്നെ ഞാൻ തിരിച്ചു തരാം. പക്ഷെ നീ ധൈര്യമായി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞോളൂ. അള്ളാഹു പറയാൻ നിനക്ക് തിരിച്ചു തരും എന്ന വാക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിൽ എന്തെന്നില്ലാത്ത വിശ്വാസം നൽകി. പിന്നെ ഒന്നും ആലോചിക്കാനില്ല, തിരിച്ചു തരുമെന്നല്ലേ പറഞ്ഞത്. നേരെ കൊണ്ടുപോയി പുഴയിലേക്ക് എറിഞ്ഞു. എങ്ങനെ പുഴയിലേക്ക് എറിഞ്ഞ? നീന്താൻ അറിയാത്ത, ഒന്ന് അനങ്ങാൻ കഴിയാത്ത മുലപ്പാല് കുടിക്കുന്ന പിഞ്ചു പൈതല് ഒരു പുഴയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ്? വെള്ളം കുടിച്ചു മരിക്കൂലേ? ശ്വാസം മുട്ടി മരിക്കൂലേ? ഹിംസ്ര ജന്തുക്കളും അവിടെയുള്ള മത്സ്യങ്ങളും കൊത്തിപ്പറിക്കൂലേ? എന്നാലും എന്റെ റബ്ബ് അങ്ങനെ പറഞ്ഞാൽ അതങ്ങനെ നടക്കും. റബ്ബ് തിരിച്ചു തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കും എന്ന പ്രതീക്ഷയോടെ മൂസാ നബിയുടെ മാതാവ് മൂസാ നബിയെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ മനോഹരമായ നദിയിലൂടെ ഒഴുകി 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 മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന കുഞ്ഞുമോൻ മഹാനായ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ക്രൂരനായ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തി. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ കണ്ടപാടെ ആ കുഞ്ഞെനിക്ക് വേണമെന്നുള്ള താല്പര്യത്തോടെ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിനെടുക്കാൻ. ഫിർഔൻ പറഞ്ഞു കുഞ്ഞിനെ വധിക്കണം, കുഞ്ഞിനെ വധിക്കണം, കുഞ്ഞ് എന്റെ അധികാരം തകർക്കുന്നവരാണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ വധിക്കണമെന്ന് ഫിർഔൻ പറഞ്ഞു. പക്ഷേ ഭാര്യ വിട്ടില്ല. ആ കുഞ്ഞിനെ അറുക്കാൻ ഞാൻ വിടൂല, ആ കുഞ്ഞ് നമ്മുടെ കൊട്ടാരത്തിൽ വളരട്ടെ, ആ കുഞ്ഞ് നമ്മൾക്ക് ഹൈറാണെങ്കിൽ ടൈം പാസിന് വേണ്ടി, ലാളിച്ച് വളർത്താൻ വേണ്ടി, ഇവിടത്തെ ഒരു രസത്തിന് വേണ്ടി, നിങ്ങളൊരു ടൈം പാസിന് വേണ്ടി ആ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വളർത്തണം. എന്തെങ്കിലും ഷർ തോന്നിയാൽ ആ കുഞ്ഞിനെ നമ്മൾക്ക് വധിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാമെന്നുള്ള നിബന്ധനയോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന കുഞ്ഞിനെ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കയ്യിലെടുക്കുകയാണ്. നോക്കുമ്പോൾ ചോര പൈതലാണ്, പാല് കുടിക്കുന്ന സമയമാണ്, കരയുകയാണ്. പാല് കൊടുക്കാൻ വേണ്ടി കൊട്ടാരത്തിലുള്ള ആളുകൾ ആ കുഞ്ഞിനെ മാറോട് ചേർത്തു. പക്ഷെ ഒരാളുടെ പാലും കുഞ്ഞ് കുടിക്കുന്നില്ല. ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ പാല് കൊടുക്കാൻ വേണ്ടി നിരനിരയായി കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി ഈ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തിയത്. നോക്കുമ്പോൾ പാല് നൽകാൻ നിരനിരയായി കാത്തു നിൽക്കുന്ന പെൺകൂപ്പങ്ങളെയാണ് കണ്ടത്. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കൊട്ടാരത്തിൽ, പക്ഷെ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ആര് പാല് കൊടുത്താലും കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. അപ്പൊ സഹോദരി പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ എനിക്കൊരാളെ പരിചയമുണ്ട്, ആ പെണ്ണ് പാല് കൊടുത്താൽ തടയുന്ന ഒരു കുഞ്ഞും ലോകത്തില്ല, ഞാൻ കൊണ്ടുവരാം. ഫിർഔൻ ഉടനെ തന്നെ ഈ മൂസാ നബിയുടെ മാതാവിന്റെ സഹോദരിയെ ആളെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. അല്ലാഹു തആല നോക്കണം, നിങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയാൻ ധൈര്യം കൊടുത്ത റബ്ബ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് കുഞ്ഞിനെ തിരിച്ചു നൽകി. കുഞ്ഞിനെ തിരിച്ചു നൽകി. പക്ഷെ കുഞ്ഞിനെ കിട്ടിയോ? കൊട്ടാരത്തിലാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുത്തേക്ക് മാതാവ് പോയതല്ലേ, പക്ഷെ നിന്നിലേക്ക് തിരിച്ചു തരുമെന്നാ പറഞ്ഞത്. മൂസാ നബിയുടെ മാതാവ് പാല് കൊടുക്കുമ്പോ ഉടനെ തന്നെ പാല് കുടിക്കാൻ കുഞ്ഞു തയ്യാറായി. അപ്പൊ മൂസാ നബിയുടെ മാതാവ് പറഞ്ഞു, കൊട്ടാരത്തിൽ വന്ന് പാല് നൽകാനൊന്നും എനിക്ക് കഴിയില്ല, ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഫിർഔൻ സമ്മതം കൊടുത്തു. ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ ഇവിടെ കൊണ്ടുവരണം.
വരണം. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ മാതാവിന് തിരിച്ചു നൽകി. എങ്ങനെ? വെള്ളത്തിലുള്ള കുഞ്ഞ് ഒരു മത്സ്യം തൊടാതെ, ആ കുഞ്ഞിന് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിക്കാതെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ നിന്നും മുലപ്പാല് കൊടുക്കാൻ എന്ന കാരണത്താൽ അല്ലാഹു മാതാവിന് തിരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ്. അല്ലാഹു ഒരു വിഷയം പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് ഒരു പേടിയും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഏത് രംഗങ്ങളിലേക്ക്, ഏത് മേഖലകളിലേക്ക് ഇറങ്ങുമ്പോഴും ഉടനെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. കച്ചവടമായാലും ജോലിയായാലും പഠനമായാലും പരീക്ഷകളായാലും ഗൾഫായാലും അല്ലാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ടൊരു വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങും. അല്ലാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ടൊരു മേഖലകളിലേക്ക് നിങ്ങൾ ഇറങ്ങും. എങ്കിൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അല്ലാഹു ഇവിടെ പറയുന്നത് അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, എന്നിലേക്ക് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് താണുകയാണ് ദുആ ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ ഞാനല്ലാതെ പിന്നെ ആരാണ് അയാളുടെ ദുആഇന് ഉത്തരം നൽകുന്നത്? അവരുടെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് മാറ്റിക്കൊടുക്കുന്നത്? അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, ശാരീരികമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട. അല്ലാഹുവിനോട് താണുകേണ് ദുആ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ മതി. അല്ലാഹു നിങ്ങൾക്ക് പരിഹാരം നൽകും. അല്ലാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ പ്രവാചകന്മാരുടെ സമുദായത്തെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, വമാ അർസൽനാ ഫീ ഖർയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാഇ വല്ലറാഇ ലഅല്ലഹും യളറഊൻ. എന്തിനാണ് അല്ലാഹു പ്രയാസങ്ങൾ നൽകുന്നത്? നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനാണ്. വമാ അർസൽനാ ഫീ ഖർയത്തിൻ മിൻ നബിയ്യിൻ, ഒരു ഗ്രാമവാസികളിലേക്കും ഒരു പ്രവാചകനെയും ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. ഇല്ലാ ഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാ, ആ നാട്ടുകാർക്ക് പ്രയാസങ്ങൾ നൽകിയിട്ടല്ലാതെ, വല്ലറാഇ ദുരിതങ്ങൾ നൽകിയിട്ടല്ലാതെ, പരീക്ഷണങ്ങൾ നൽകിയിട്ടല്ലാതെ. എന്തിനാണ് പരീക്ഷണങ്ങൾ നൽകുന്നത്? ലഅല്ലഹും യളറഊൻ, അല്ലാഹുവിനെ പേടിച്ചവര് മാറുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഒരു രോഗം വരുന്നത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തയുണ്ടാവാനാണ്. കടബാധ്യതകൾ നൽകുന്നത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തയുണ്ടാവാനാണ്. അഹങ്കാരം മാറ്റിവെക്കാനാണ്. അല്ലാഹുവിനെ മറന്ന് ജീവിക്കരുത് എന്ന താക്കീത് നൽകാനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും അത് നമ്മുടെ ഖൈറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞില്ലേ, രോഗം വന്നു, ഒരാൾ ക്ഷമിച്ചു, അത് കാരണം അല്ലാഹു അയാളുടെ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. കടമായി, സാമ്പത്തികമായുള്ള വലിയ പ്രയാസങ്ങൾ ഉണ്ടായി, അയാൾ ക്ഷമിക്കാൻ തയ്യാറായി എങ്കിൽ അല്ലാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ടെൻഷൻ ഉണ്ടായി, ആ ടെൻഷൻ വന്നപ്പോൾ അയാൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായി എങ്കിൽ അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, പുറത്തു കൊടുക്കും. നബി തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ശൗകത്തും ഫമാ ഫൗഖഹാ, ഒരു കാലിലേക്ക് ഒരു മുള്ളു തറക്കുന്നത്, നടന്നു പോകുന്ന വഴിയിൽ കാലടി മറിയുകയോ അല്ലെങ്കിൽ കല്ല് തട്ടി താഴേക്ക് വീഴുകയോ ചെയ്താൽ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ സയ്യിആതി, അയാൾ ചെയ്ത തെറ്റുകളെ അല്ലാഹു പുറത്തു കൊടുക്കാൻ അത് കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നടന്നു പോകുന്ന വഴിയൊന്ന് വീണു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തു പോയ തെറ്റുകളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അയാളുടെ തെറ്റുകളെല്ലാം അല്ലാഹു മായ്ച്ചു കളയും. ഇതുപോലെ കമാ തഹുത്തു ശജറതു വറഖഹാ, നമ്മുടെ മരത്തിന്റെ ചില്ലകളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇലകൾ ഉണ്ടാകും മരത്തിന്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു വീശിയാൽ എല്ലാ ഇലകളും താഴേക്ക് വീഴുന്നത് പോലെ ഒരു പനി വന്നാൽ തന്നെ അയാൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, അല്ലാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ അയാൾക്ക് അല്ലാഹു പ്രയാസങ്ങൾ നൽകുമെന്നാണ്.
നമ്മൾ വിചാരിച്ചത് അസുഖം വരുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അയാൾ തെറ്റ് ചെയ്തത് കൊണ്ട് അയാൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ, അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ, ഒരാൾക്ക് നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ തരും. അയാൾ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചാൽ, നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കണമെന്ന് ഈ കൂട്ടത്തിലുള്ള നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം നൽകണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. ഖബറിലെത്തിയാൽ ഖബറിൽ ഇടുക്കാതെ, ഖബറിൽ ശിക്ഷയില്ലാതെ വിശാലമായ ഖബർ, വെളിച്ചമുള്ള ഖബർ, സ്വർഗീയ സുഖങ്ങളുള്ള ഖബർ നൽകാൻ അല്ലാഹു തീരുമാനിച്ചു. പക്ഷേ അയാൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഹറാം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു അയാളെ സഹായിക്കുന്നത്? ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ, ഒരാളെ നന്മയാണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, അയാൾ ഒരു ഹറാം കണ്ടാൽ അതിനുള്ള ശിക്ഷ അല്ലാഹു ഉടനെ തന്നെ ദുനിയാവിൽ വെച്ച് നൽകുമെന്നാണ്. അയാൾ ഒരു ഹറാം കണ്ടു, വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അയാളുടെ വണ്ടി എവിടെങ്കിലും പോയിരിക്കും. അങ്ങനെ വണ്ടി ഇടിച്ച് വണ്ടിക്ക് സ്ക്രാച്ച് ആയി. അങ്ങനെ അയാളുടെ ടെൻഷൻ. സംഭവം എന്താ? അയാൾ ചെയ്തൊരു തെറ്റിന് അല്ലാഹു ശിക്ഷ നൽകിയതാണ്. ഹറാമ് കാണുകയോ ഹറാമ് ചെയ്യുകയോ, എന്തെങ്കിലും ഒരു നിസ്കാരം അയാൾ നഷ്ടപ്പെടുത്തി, നിസ്കരിച്ചില്ല എങ്കിൽ അല്ലാഹു തആല ബൈക്കിലൂടെ പോകുമ്പോഴാണ് ബൈക്കിൽ നിന്നൊന്ന് വീഴുന്നത്. ഇന്നാ ലില്ലാഹ്, അല്ലാഹു അയാൾ ചെയ്ത തെറ്റിന് അല്ലാഹു മാപ്പ് നൽകും. അതുപോലെ തന്നെ കള്ളു കുടിച്ചു ഒരാൾ, അയാൾ സ്വർഗത്തിലെത്താനാണ് അല്ലാഹുവിന്റെ തീരുമാനം. അയാൾ കള്ളു കുടിച്ചു പോയി. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മകന് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് എന്നുള്ള ന്യൂസ് കിട്ടുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അല്ലാഹു നൽകുകയാണ്. അയാൾ ഒരു കഞ്ചാവ് അടിച്ചു. അല്ലാഹു തആല വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഭാര്യ വളരെ ദേഷ്യത്തിൽ കുറുമ്പ് കാട്ടി വാശി പിടിച്ച് ഭർത്താവിനെ ചീത്ത പറഞ്ഞത്. ഭാര്യ മിണ്ടുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല, പിണക്കത്തിലാണ്. എന്താ കാരണം? നീ വീട്ടിലെത്തുന്നതിനും ഒരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയാണ്. അപ്പൊ നമ്മളൊരു തെറ്റു ചെയ്താൽ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ നൽകുമെന്നാണ്. ആഖിറത്തിലേക്ക് എടുത്തു വെക്കൂല. പോകുന്ന വഴിയിൽ ഒന്ന് വീഴും, കാലെങ്ങനെ വീഴും, കിടന്നുറങ്ങും ഒന്ന് വീഴും. പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മതിൽ തട്ടി കയ്യിൽ സ്ക്രാച്ച് ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊരു തലവേദന വരും, ഒരു പനി വരും. എല്ലാ മാസവും 15,000 സാലറി കിട്ടാറുണ്ട്. ഈ മാസം നോക്കുമ്പോ 12,000 എല്ലാ മാസവും കൃത്യമായി ജോലി ലഭിക്കാറുണ്ട്. ഈ മാസം കൃത്യമായി ജോലി ലഭിച്ചില്ല. ഇതൊക്കെ ഉണ്ടാകും. നമ്മളൊരു തെറ്റു ചെയ്താൽ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ അതിനുള്ള ശിക്ഷയായി അള്ളാഹു സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി അള്ളാഹു പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഒരാളുടെ ഷർറാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, അയാളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തീരുമാനിച്ചില്ല. അയാൾക്ക് അല്ലാഹു തആല ഖബറിൽ സുഖം നൽകാൻ തീരുമാനിച്ചില്ല. ആഖിറത്തിൽ പ്രയാസങ്ങൾ മാത്രമാണ്, നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ള ഒരാളാണ്. അയാൾ ഇവിടെ കള്ള് കുടിച്ചാൽ അയാൾക്കൊരു ശിക്ഷയും അല്ലാഹു തരൂല. കുടിക്കുന്നതിനനുസരിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. വ്യഭിചരിച്ചാൽ അല്ലാഹു ഒരുപക്ഷേ എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങൾ നൽകൂല. അതിനു പകരം അല്ലാഹു വീണ്ടും വീണ്ടും വ്യഭിചാരം ആസ്വദിക്കാനുള്ള അവസരം നൽകും. എന്തേ? നാളെ ആഖിറത്തിലെത്തിയാൽ അയാൾക്ക് അല്ലാഹു നരകം നൽകാൻ പോവുകയാണ്, നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് അയാൾ തെറ്റു ചെയ്താൽ ദുനിയാവിൽ വെച്ച് അയാളെ ശിക്ഷിക്കാതെ അയാളുടെ ശിക്ഷകളെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് പ്രവാചകന്മാരാണ്. ജനങ്ങളിൽ നമ്മളൊന്നല്ല, നമ്മുടെ പരീക്ഷണമൊന്നും പരീക്ഷണമല്ല, നമ്മുടെ രോഗങ്ങളൊന്നും രോഗമല്ല. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് പ്രവാചകന്മാരാണ്. നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹിസ്സലാം മുതൽ, ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ മനോഹരമായി ജീവിക്കുന്നതിനിടയിലാണ്
പിശാചിന്റെ ഷർറിലൂടെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. ഒന്നാമത്തെ പരീക്ഷണമാണത്. ശ്രദ്ധിക്കണേ, ഭാര്യയെ കാണാതെ 300 വർഷക്കാലം ഒറ്റപ്പെട്ട് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ആർക്ക്? ആദം നബി അലൈഹിസ്സലാമിന്. ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഭാര്യയെ വേറെ എവിടെയോ ആണ് ഇറക്കിയത്, ആദം നബിയെ വേറൊരു സ്ഥലത്താണ് ഇറക്കിയത്. 300 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടുപേരും അറഫയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. 300 വർഷം ഭാര്യയെ കാണാതെ ആദം നബിയും ഭർത്താവിനെ കാണാതെ ഹവ്വാ ബീവിയും ജീവിച്ചിട്ടുണ്ട്. അള്ളാഹു നൽകിയ പരീക്ഷണമാണിത്. കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി. ആ കുട്ടികളിൽ ഖാബീൽ എന്ന് പറയുന്ന ഒരു മകൻ ഹാബീൽ എന്ന് പറയുന്ന സ്വന്തം മകനെ തന്നെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. ഒരു പിതാവിന് ഇതിനേക്കാളും വലിയ വേദന എന്താണ്? നമ്മുടെ ഒരു മകനെ, നമ്മുടെ ഒരു ചെറിയ മകനെ വലിയ മകൻ കുത്തിക്കൊന്നാൽ ഒരു പിതാവിന്, ഒരു മാതാവിന് സഹിക്കാൻ കഴിയുമോ? അള്ളാഹു നൽകിയ പരീക്ഷണമാണ് മുഅ്മിനീങ്ങളെ ഇത്. അത് കഴിഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാമിലേക്ക് വന്നാൽ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ആളുകളോട് ദഅവത്ത് ചെയ്തിട്ട്, ആളുകളോട് പ്രബോധനം നടത്തിയിട്ട്, ആളുകളോട് വഅദ് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെയും സ്വന്തം മകനെയും മുസ്ലിമാക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും, ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളായി. അവരെ കപ്പലിൽ കയറ്റി. വലിയ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ തന്റെ കൂടെ മുസ്ലിമായ ആളുകളെല്ലാം കയറിയപ്പോൾ അതാ തന്റെ മകൻ ഈ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുകയാണ്. തന്റെ മകൻ ഇങ്ങനെ മുങ്ങിത്താഴുന്നത് ഒരു പിതാവ് കാണുകയാണ്. ആ സമയത്താണ് പൊന്നുമോനോട് പറയുന്നത്, യാ ബുനയ്യർകം മഅനാ, പൊന്നുമോനെ വാ കപ്പലിൽ കയറൂ മോനെ. നീ അവിടെ നിൽക്കല്ല മോനെ, ഈ മോന് മുസ്ലിമായിട്ടില്ല, ഈ മകന് മുസ്ലിമായിട്ടില്ല, എന്റെ കൂടെ കപ്പലിൽ കയറ്. എന്താ മകൻ പറഞ്ഞതുപ്പാ? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോളുപ്പാ, നിങ്ങളുടെ കൂടെ മുസ്ലിമാവാൻ എന്നെ കിട്ടില്ല, കപ്പലിൽ കയറാൻ എന്നെ കിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ആ സമയത്താണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നത്, മോനെ ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മർറഹിം. ഇന്നൊരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല മോനെ. ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ. അപ്പോഴാണ് സുനാമി കണക്ക് വലിയൊരു തിരമാല കടന്നു വന്നിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ കൺമുന്നിൽ വെച്ച് തന്നെ അള്ളാഹു മുക്കിക്കൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയതാണ്. സ്വന്തം ഭാര്യയും സ്വന്തം മകനും മുങ്ങി മരിക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കാണേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷണമാണിത്. ഇനി മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് കടന്നു വരുമ്പോ ഫിറഔനിലൂടെ അനുഭവപ്പെട്ട പരീക്ഷണങ്ങൾ എത്രയാണ്? ഫിറഔനിലൂടെ അനുഭവപ്പെട്ട പരീക്ഷണങ്ങൾ എത്രയാണ്? പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല, മാതാവിന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് ജീവിച്ചത്. എന്നിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഫിറഔനിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടങ്ങ് മിസ്റിലേക്ക് പോവുകയാണ്, ഈജിപ്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കല്യാണം കഴിച്ച് തിരിച്ചു തന്റെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ ഫിറഔൻ ഒരു ശത്രുവാണ്. ഫിറഔൻ ആക്രമിക്കാൻ വരികയാണ്. ആരാണ് ഇവിടെ പരീക്ഷണങ്ങൾ അനുഭവിക്കാത്ത പ്രവാചകന്മാരാരാണുള്ളത്? ഓർമ്മയില്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞത്? അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളല്ലേ അത്? സ്വന്തം മകനെ, സ്വന്തം ഭാര്യയെ ആരുമില്ലാത്ത ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി, ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറഞ്ഞത്. വർഷങ്ങളോളം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്കൊരു കുഞ്ഞു തരണമെന്ന്. എത്ര കാല ദുആ ചെയ്തത്? അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണേ അല്ലാ, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണേ അല്ലാ എന്ന് വർഷങ്ങളോളം ദുആ ചെയ്തിട്ട് 100ാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. എന്നാൽ ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ട് ആ കുഞ്ഞിന്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു അനുവദിച്ചുവോ? ഇല്ല. ആ കുഞ്ഞിന്റെ ആ ലാളനവും ആ കുഞ്ഞിന്റെ കൂടെ ഓമനിച്ചുകൊണ്ട് താലോലിച്ച് വളർത്താൻ അല്ലാഹു അനുവദിച്ചുവോ? ഇല്ല. ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. ആർക്കാ അതിന് സാധിക്കുക? മുഅ്മിനീങ്ങളെ, ആർക്കാണ് ഇതിന് സാധിക്കുക? 100 വർഷക്കാലം കാത്തുനിന്ന് അല്ലാഹു നൽകിയൊരു കുഞ്ഞിനെ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഭാര്യയെയും ഉപേക്ഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരെയും ഉപേക്ഷിച്ച് തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ അത്ഭുതകരമായ സഹായം കൊണ്ട് അല്ലാഹു ഇവിടെ സംസം വെള്ളം നൽകി. അതാണ് പരിശുദ്ധമായ മക്കയായി മാറുന്നത്. അങ്ങനെ ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. പിതാവിനെ കണ്ടിട്ടില്ല. നടക്കാൻ തുടങ്ങി.
ഇങ്ങനെ ലാളിച്ചു താലോലിച്ച് വളർത്തുന്ന സമയമായപ്പോ അള്ളാഹു വീണ്ടും പരീക്ഷണം നൽകുകയാണ്. ജനിച്ച കുഞ്ഞിനെ ഒന്ന് കണ്ട് മാറോട് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നതിന് പകരം ആ കുഞ്ഞിനെ കഴുത്തെറുത്ത് കൊല്ലാനാണ് അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. കഴുത്തെറുക്കാൻ പറഞ്ഞു. നീണ്ടു നിൽക്കുന്ന സ്വപ്നം കണ്ടിട്ട് മൂർച്ചയേറിയ വാളുമായി തന്റെ മകനെ വധിക്കാൻ, കഴുത്തെറുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എത്രയെത്ര പരീക്ഷണങ്ങളാണ് പ്രഗത്ഭരായ പ്രവാചകന്മാർ നേരിട്ടത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം രോഗിയായി കിടന്നത്. ഇനി അള്ളാഹുവിന്റെ ഹബീബിലേക്ക് കടന്നു വരൂ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടന്മാരോടാ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടന്മാരോടാ? പ്രവാചകന്മാരോടാ ഏറ്റവും ഇഷ്ടം. പ്രവാചകന്മാരിൽ ഏറ്റവും ഇഷ്ടമാരോടാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്, പ്രവാചകരോടാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ പിതാവില്ല, പിതാവ് മരണപ്പെട്ടു. നോക്കണം പരീക്ഷണങ്ങൾ, നോക്കണം നിങ്ങൾ എത്രത്തോളം പരീക്ഷണം അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ടു എന്ന് നോക്കണം. നമ്മുടെ പരീക്ഷണങ്ങളൊന്നുമല്ല. നമ്മൾക്ക് ജനിക്കുമ്പോൾ നമ്മുടെ ഉമ്മയും ഉപ്പയും കിട്ടിയില്ലേ? ജനിക്കുമ്പോൾ പിതാവില്ല, യതീമായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ജനിച്ച് ആ മാതാവിന്റെ കൂടെ വന്ന് സുഖത്തോടെ ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചില്ല. 6ാമത്തെ വയസ്സിൽ മാതാവിനെയും കൊണ്ടുപോയി. ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെയാണ് ജീവിക്കുന്നത്. പിന്നെയാണ് അബൂ ത്വാലിബ് വളർത്തുന്നത്. അബൂ ത്വാലിബ് മരണപ്പെടുന്നുണ്ട്, അബ്ദുൽ മുത്തലിബും മരണപ്പെടുന്നുണ്ട്. ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് 25 വയസ്സുവരെ ചെലവഴിച്ച് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നുണ്ട്. ഖദീജ ബീവിയിൽ നിന്ന് അല്ലാഹു നൽകിയ 2 മക്കളാണ് റുഖയ്യയും ഉമ്മു കുൽത്തൂം. 2 മക്കളും മരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് കണ്ടിട്ടുണ്ട്. 2 മക്കളും അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെയാണ് മരിച്ചുപോയത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ മക്കൾ മരിക്കുന്ന സന്ദർഭം നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മൾ താലോലിച്ച് വളർത്തി നമ്മുടെ മക്കൾ മരിച്ചുപോയാൽ, ഇബ്രാഹിം എന്ന് പറയുന്ന ചെറിയ കുഞ്ഞ് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബിന് ആകെ നൽകിയ ഒരു കുഞ്ഞാണ്, ആൺകുട്ടിയാണ് ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞ്. ആ ഇബ്രാഹിമിനെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയി. എന്നാൽ റുഖയ്യ എന്ന് പറയുന്ന ഉമ്മു കുൽത്തൂം എന്ന് പറയുന്ന 2 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഭർത്താവായ അബൂലഹബിന്റെ 2 മക്കളും ത്വലാഖ് ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് തുപ്പിക്കൊണ്ട് ത്വലാഖ് ചൊല്ലി പോകുന്നുണ്ട്. പിന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആ 2 മക്കളും മരണപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പ്രയാസങ്ങൾ ഒരുപാട് നേരിട്ടതാണ്. ജനിച്ചു വളർന്ന മക്കയായ, ജനിച്ചു വളർന്ന മണ്ണാണ് മക്ക എന്ന് പറയുന്നത്. ആ മണ്ണിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാതെ മദീനയിലേക്ക് ആട്ടി ഓടിച്ചു ഓർമ്മയില്ലേ മുഅ്മിനീങ്ങളെ? എത്രത്തോളം പ്രയാസങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിന്റെ പേരിൽ കുടൽമാല കഴുത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ഓർമ്മയില്ലേ? നബി തങ്ങളുടെ പേരിൽ കല്ലെറിഞ്ഞത് ഓർമ്മയില്ലേ? ത്വായിഫിന്റെ മണലാരുണ്യത്തിൽ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് പ്രബോധനം നടത്താൻ പോയപ്പോ അവിടെയുള്ള ഭ്രാന്തന്മാരായ ആളുകൾ, അവിടെയുള്ള കുട്ടികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ എറിഞ്ഞത്, ഹബീബിന്റെ ശരീരത്തിലേക്ക് മരക്കഷ്ണങ്ങൾ എറിഞ്ഞത്, അങ്ങനെ നടക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് തളർന്നു പോയത്, ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിച്ചത്, ബോധം കെട്ട് നിലത്ത് വീണത്, ഇതെല്ലാം ഓർക്കുന്നില്ലേ മുഅ്മിനീങ്ങളെ? എത്രത്തോളം പ്രയാസമാണ് അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ടത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഹബീബിനോടാണ്. പക്ഷേ ഹബീബാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത്. അതുകൊണ്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അയാൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ്, രോഗങ്ങൾ നൽകുമെന്നാണ്, സാമ്പത്തികമായ ബാധ്യതകൾ നൽകുമെന്നാണ്, മക്കളിലൂടെ പരീക്ഷിക്കുമെന്നാണ്. ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മൻസിലത്തുൻ മിനല്ലാഹ്. അല്ലാഹു തആല ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ തീരുമാനിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് സ്വർഗത്തിന് 100 തട്ടാണ്. ഇന്നലിൽ ജന്നത്തി 100 ദറജ. സ്വർഗത്തിന് എത്ര തട്ടാണ്? 100 തട്ടാണ് സ്വർഗത്തിന്. ഇന്നലിൽ ജന്നത്തി 100 ദറജ. അതിലേറ്റവും ഉന്നതമായ തട്ടില ആരുണ്ടാവുക? ഫിർദൗസിലാണ് ആരുണ്ടാവുക? പ്രഗത്ഭരായ പ്രവാചകന്മാര്, പ്രഗത്ഭരായ സ്വഹാബാക്കളൊക്കെ ഉണ്ടാകുന്നത് ഏറ്റവും ഉന്നതമായ തട്ടിലാണ്. ഏറ്റവും ഉന്നതമായ തട്ടിലാണ് പ്രഗത്ഭരായ പ്രവാചകന്മാരുണ്ടാവുന്നത്.
ആ പ്രവാചകന്മാരുള്ള ഫിർദൗസ് എന്ന സ്വർഗത്തിലെത്തിക്കാൻ തീരുമാനിച്ച് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ സ്ഥാനം നൽകാൻ അള്ളാഹു തീരുമാനിച്ചു. പക്ഷേ ഫലം യബ്ലുഗ്ഹാ ബിഅമലിൻ, അമൽ കൊണ്ട് അയാൾ അവിടേക്ക് എത്തുന്നില്ല. പക്ഷെ അതിലേക്കുള്ള അമലൊന്നും അയാൾ ചെയ്യുന്നില്ല. അമലില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിൽ നബി തങ്ങളുടെ കൂടെ ഇരിക്കണം. അങ്ങനെ ഇരിക്കണമെങ്കിൽ കുറച്ച് തഹജ്ജുദ് നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം, നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണം, മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം, ഹറാമിൽ നിന്ന് തടിയെ കാക്കണം, ഇങ്ങനെ സ്വതക്ക ചെയ്യണം, കുടുംബബന്ധം പുലർത്തണം, ജനങ്ങളെ സഹായിക്കണം. ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഇയാൾക്കൊന്നുമില്ല. ഇയാള് പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കാരമൊക്കെ ഖളാവാതെ നിസ്കരിക്കുന്നുണ്ടെന്നല്ലാതെ സുന്നത്തില്ല, പിന്നെ സുന്നത്ത് നോമ്പില്ല, ഖുർആൻ ഒന്നും ഇയാൾക്കില്ല. പക്ഷെ അള്ളാഹ് തീരുമാനിച്ചത് ഇയാൾ നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കണം എന്നാണ്. എങ്ങനെ എത്തുക? അള്ളാഹിന്റെ തീരുമാനം പിന്നെ മാറോ? അള്ളാഹു തീരുമാനിച്ചത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തണമെന്നാണ്. അത് മാറ്റൂല. ഇയാൾ അവിടെ എത്തിക്കണം. എങ്ങനെ എത്തും? ഇയാൾ അവിടെ എത്തിക്കണം. എങ്ങനെ എത്തും? അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസില, അല്ലാഹു തആല ഒരാൾക്ക് ഉന്നതമായ സ്ഥാനം നൽകാൻ തീരുമാനിച്ചു സ്വർഗ്ഗത്തിൽ. ഫലം യബ്ലുഗ്ഹാ ബിഅമലിൻ, അമൽ കൊണ്ട് അയാൾ അവിടേക്ക് എത്തിയില്ല. അയാളൊരു മടിയൻ, അമലൊന്നുമില്ല. ഇബ്തലാഹു ഫീ ജസദിഹി, അയാളുടെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. ക്യാൻസർ കൊടുക്കും. 40-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചു, 60-ാമത്തെ വയസ്സിൽ മരിച്ചു. 20 വർഷം രോഗിയായി കിടന്നു. ഒരു പട്ടാളക്കാരൻ നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് മരണപ്പെട്ടു പോയി. ബോംബ് സ്ഫോടനം കാരണം അസുഖം ബാധിച്ച് പ്രയാസങ്ങൾ ഉണ്ടായി. 3 വർഷക്കാലമായി ഹോസ്പിറ്റലിലായിരുന്നു. മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, പെട്ടെന്നൊരു അസുഖം, കൈയും കാലും മുഴുവൻ രണ്ടും തളർന്നു, നടക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല, വീൽ ചെയറിൽ കിടന്ന കിടപ്പിൽ 10 വർഷം കിടന്നു. നടക്കാനും കഴിയുന്നില്ല, ഇരിക്കാനും കഴിയുന്നില്ല. പക്ഷെ അയാൾക്ക് പരാതിയില്ല. എന്റെ റബ്ബ് തന്നതല്ലേ. അയാൾ അങ്ങനെ പറയാം, അള്ളാഹു തന്നതല്ലേ, അള്ളാഹു ശിഫ നൽകി, അള്ളാഹു നൽകിയ പരീക്ഷണമല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാളുടെ ശരീരത്തിൽ അള്ളാഹു പരീക്ഷിക്കും. വർഷങ്ങളോളം രോഗിയായി കിടക്കേണ്ടി വരും. ഔമാലിഹി, സാമ്പത്തികമായി അള്ളാഹു അയാളെ പരീക്ഷിക്കും. മക്കൾക്ക് ഭക്ഷണം നൽകാൻ അയാളുടെ കയ്യിൽ കാശ് ഉണ്ടാവൂല. നല്ലൊരു വീടെടുക്കാൻ അയാളുടെ കയ്യിൽ കാശ് ഉണ്ടാവൂല. മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, യൂണിഫോം വാങ്ങിച്ചു കൊടുക്കാൻ, സ്കൂളിലേക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ അയാളുടെ കയ്യിൽ കാശ് ഉണ്ടാവൂല. സാമ്പത്തികമായ പ്രയാസം. ഓൾറെഡി രോഗിയാണ്, അതിന് പുറമെ അല്ലാഹു സാമ്പത്തികമായ പ്രയാസം നൽകും. ഔവലദിഹി, അതിന്റെ കൂടെ അയാൾ തന്നെ രോഗിയാണ്. അതേപോലെ അയാൾക്ക് ജനിച്ച മക്കൾക്ക് പെട്ടെന്ന് കിഡ്നി ഫെയിലറായി, ഛർദിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ 2 കിഡ്നിയും തകരാറിലാണ്. ആരുടെ? 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അല്ലാഹു കുഞ്ഞിനും പരീക്ഷണം നൽകി. രോഗം, സ്വന്തം ശരീരത്തിൽ രോഗമുണ്ടായി, സാമ്പത്തികമായ പ്രയാസമുണ്ടായി, മക്കളും രോഗിയായി. ഭാര്യ അയാളെ ഒഴിവാക്കിപ്പോയി. ഇയാളുടെ കൂടെ ഞാൻ നിൽക്കൂല, കിടന്ന കിടപ്പിലുള്ള ഇയാളുടെ കൂടെ ഞാൻ നിന്നിട്ട് എന്താ എന്ന് പറഞ്ഞ് ഭാര്യ ഇയാൾ ഒഴിവാക്കിപ്പോയി. ഇയാൾ ഒറ്റയ്ക്കാണ്, മകന് രോഗിയാണ്, ജോലി ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ അല്ലാഹു പരീക്ഷണം നൽകും. പക്ഷെ അയാൾക്ക് പരാതിയില്ല. ഇതെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണല്ലോ എന്ന ചിന്തയോടുകൂടി ക്ഷമിച്ചു നിൽക്കാൻ അയാൾ തയ്യാറായി. അങ്ങനെ അയാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാളിലൊരു തെറ്റുപോലും ബാക്കിയില്ലാതെ ഈ ക്ഷമിച്ചത് കാരണം ഉന്നതമായ സ്ഥാനം നൽകി അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് അയാൾ എത്തുമ്പോൾ അയാളുടെ റൂഹ് അല്ലാഹു പിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അമലൊന്നും അയാൾ ചെയ്തിട്ടില്ല, പക്ഷേ അല്ലാഹു പരീക്ഷണം നൽകി. പരീക്ഷണം ഒരു അനുഗ്രഹമാണ്. പരീക്ഷണം നമ്മൾക്കൊരു അനുഗ്രഹമാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വർഗ്ഗത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗ്ഗത്തിലെത്തുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ?
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജീവനോടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ ആളാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ജീവനോടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. വലിയൊരു അടുപ്പ് കൂട്ടുകയാണ്, വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ്, അതിൽ വിറക് കൊള്ളികൾ വെക്കുകയാണ്, എന്നിട്ട് അതിൽ തീ പിടിപ്പിക്കുകയാണ്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൽ നിന്ന് പിന്മാറണം, ഇസ്ലാമിൽ നിന്ന് പിന്മാറണം, എങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഈ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രശ്നമേ അല്ല എന്ന്. അദ്ദേഹത്തിന്റെ കുപ്പായം മാറ്റി നഗ്നനാക്കി, എന്നിട്ട് നീണ്ടു കിടക്കുന്ന അടുപ്പത്ത് അദ്ദേഹത്തെ തീയിൽ മലർത്തി കിടത്തുകയാണ് ചെയ്തത്. തീയിൽ മലർത്തി കിടത്തി പുറം ഭാഗം മുഴുവനും അടുപ്പിലാണ്. ശരീരത്തിലേക്ക് തീ കൊണ്ടിങ്ങനെ വേവുകയാണ്. ശരീരത്തിന്റെ ചർമ്മങ്ങളെല്ലാം വെന്ത് വെള്ളപ്പാണ്ട് പോലെയായി. എന്നിട്ട് നെഞ്ചത്തേക്ക് ഒരു ചവിട്ടും കൂടി ചവിട്ടി. അദ്ദേഹത്തിന്റെ മാംസത്തിന്റെ ആ തണുപ്പ് കൊണ്ടാണ് ആ തീ കെട്ടുപോയത്. അങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന അദ്ദേഹത്തെ ആരോ ഒരാൾ രക്ഷപ്പെടുത്തിയതാണ്. നോക്കണം നിങ്ങൾ, ഇത് എന്തിന്റെ പേരിൽ അനുഭവിച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ചതാണ്. ബിലാൽ തങ്ങളുടെ ഓർമ്മയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ നഗ്നനായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയത്. വലിയ വലിയ പാറക്കല്ലുകൾ ശരീരത്തിലേക്ക് വെച്ചത്, കയറ്റിവെച്ചത്, തിളച്ചു മറിയുന്ന വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചത്, എന്നിട്ട് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് ശരീരത്തിലേക്ക് അടിച്ച് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയത്. എന്നിട്ട് അഹദ് അഹദ് അല്ലാഹു അഹദ് ഇങ്ങനെ ഉരുവിടുകയാണ്. അഹദ് അഹദ് അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഒരുവനാണ്. ഇവര് പറയുന്നു, നീ മാറിക്കോ, രക്ഷപ്പെടണമെങ്കിൽ മാറിക്കോ, നീ രക്ഷപ്പെടണമെങ്കിൽ മാറിക്കോ എന്ന് ബിലാൽ തങ്ങളോട് പറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് മാറിയാൽ, ഇസ്ലാമിൽ നിന്ന് മാറിയാൽ രക്ഷപ്പെടുത്താം. പക്ഷെ കേട്ടില്ല. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ നഗ്നനായി വലിച്ചു കൊണ്ടുപോയി ശരീരത്തിലേക്ക് തിളച്ചു മറിയുന്ന വെള്ളമൊഴിച്ച് ദാഹിച്ച അവശനായി വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ക്രൂരനായ അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തിന്റെ വസ്ത്രം ഉയർത്തിക്കൊണ്ട് വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണത്. ഓർമ്മയുണ്ടോ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ തൂക്കുമലത്തിലേക്ക് കൊണ്ടുപോയി തൂക്കിക്കൊന്നത്? ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണമെന്നില്ല. മുഹമ്മദ് നബി എനിക്ക് പകരം, മുഹമ്മദ് നബി തൂക്കുമരത്തിലായാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മതി, ഇസ്ലാമിൽ നിന്ന് പിന്മാറണമെന്നില്ല, മുഹമ്മദ് നബിയെ കുറ്റം പറയണമെന്നില്ല. എനിക്ക് പകരം ഇവിടെ മുഹമ്മദ് നബിയായാൽ എനിക്ക് കുഴപ്പമില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞു, ഈ വാക്ക് പറയുന്നതിന് പകരം മുഹമ്മദ് നബിയുടെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന്. എന്നിട്ടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിലേറ്റിക്കൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിൽ. അറിയുമോ നിങ്ങൾക്ക്, മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമായതിന്റെ പേരിൽ ലൈംഗിക അവയവത്തിലേക്ക് ഇരുമ്പിന്റെ ദണ്ഡുകൾ കയറ്റിക്കൊണ്ട് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ അമ്മാർ ഇബ്നു യാസിർ, നിങ്ങൾക്കറിയുമോ, അദ്ദേഹത്തെയും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞതാണ്. ഇങ്ങനെ പരീക്ഷണങ്ങൾ നേരിടാതെ, രോഗങ്ങൾ അനുഭവിക്കാതെ, പ്രയാസങ്ങൾ അനുഭവിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മുസ്ലിമായാൽ പിന്നെ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിച്ചോ? മുസ്ലിമായി 5 നേരം നിസ്കരിച്ചു എന്നാൽ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിച്ചോ? ഇല്ല. മുസ്ലിമായാൽ പിന്നെ പരീക്ഷണങ്ങൾ നേരിടാതെ സ്വർഗം കിട്ടൂല എന്നാണ് പറയുന്നത്. അം ഹസിബതും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലെത്തിപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ, പീഡനങ്ങൾ നേരിടാതെ, ഏതെങ്കിലും ഒരു പശു വിൽപ്പന നടത്തി എന്ന പേരിൽ കേരളക്കരയുടെ പുറത്തു നിന്നും പല ആളുകളുടെ ക്രൂരമായ കൊലപാതകങ്ങളുടെ കഥകൾ
നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല. മുസ്ലിമായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തെ തുടങ്ങിയതാണ്. പീഡനങ്ങളും കൊലപാതകങ്ങളും നിരന്തരമായി കേരളത്തിന്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന് പശുവിനെ വിറ്റു, പശുയിറച്ചി വിറ്റു എന്നൊക്കെ പറഞ്ഞ് മാംസങ്ങളുടെ പേരിൽ മനുഷ്യന് സ്വതന്ത്രമായി തിന്നാൻ അവകാശമുള്ള മൃഗങ്ങളുടെ പേരിലൊക്കെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളും പീഡനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം ഇതൊക്കെ വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുൻകാല പ്രവാചകന്മാർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിലെത്തൂല എന്നാ പറഞ്ഞത്. മുസ്ലിമായതിന്റെ പേരിൽ വലിയ ഒരു കുഴി കുഴിച്ചുകൊണ്ട് ആ കുഴിയിലേക്ക് അരഭാഗം കുഴിയിലേക്കിട്ട് എന്നിട്ട് മണ്ണിട്ട് മൂടി. ശ്രദ്ധിക്കണം നിങ്ങൾ മുസ്ലിമായതിന്റെ പേരിൽ വലിയൊരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്കിട്ട് അരഭാഗത്തേക്ക് മണ്ണിട്ടു, അരഭാഗം മുകളിലാണ്. എന്നിട്ട് ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് രണ്ടുപേർ, ഒരാൾ ആ ഭാഗത്ത് മറ്റൊരാൾ പിൻഭാഗത്ത്, എന്നിട്ട് മരം മുറിക്കുന്നത് പോലെ തലയുടെ മധ്യഭാഗത്തിൽ വെച്ച് ഊർന്ന് 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 ശരീരത്തിന്റെ രണ്ട് കഷ്ണം അവരുടെ കാലുകളിലേക്ക് എത്തുന്നവരെ ഊർന്ന് ഒരു ഭാഗം മറുഭാഗത്ത് മറ്റൊരു ഭാഗം മറുഭാഗത്തേക്ക് ചാഞ്ഞു വീഴുന്നത് വരെ പണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ പൂർവകാല പ്രവാചകന്മാരുടെ അനുയായികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ്. അതേപോലെ തന്നെ മുസ്ലിമായ ഒരാളെ കൊണ്ടുവന്നിട്ട് നല്ല മൂർച്ചയുള്ള കൂർത്ത ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട്, മൂർച്ചയുള്ള കൂർത്ത ഇരുമ്പിനാലുള്ള ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, പ്രവാചകന്മാരിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അവരുടെ ശരീരം മുഴുവനും തലവാർന്നെടുക്കുന്നത് പോലെ ശരീരത്തിലേക്ക് ആ കൂർത്ത മൂർച്ചയുള്ള ചീർപ്പുകൾ കുത്തിക്കയറ്റി മാംസങ്ങളെല്ലാം വാർന്നെടുത്ത് അവസാനം ഒരു സ്കെൽട്ടൻ പോലെ എല്ലുകൾ മാത്രം ബാക്കിയാക്കി എത്രയോ പ്രവാചകന്മാരുടെ അനുയായികളെ ശിക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ? വിജങ്ങൾ പറയാണ്, ഇതൊന്നും ഒരു ശിക്ഷയല്ല, ഇതൊന്നും ഒരു പരീക്ഷണമല്ല. മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, ദുരിതങ്ങളും പ്രയാസങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവരെ. അവരുടെ കാലുകൾ വിറച്ചു പോയിട്ടുണ്ട്. അവരുടെ കൂടെയുള്ള പ്രവാചകർ പറഞ്ഞു പോയിട്ടുണ്ട്, സത്യവിശ്വാസികളും പറഞ്ഞു പോയിട്ടുണ്ട്, എപ്പോഴാണ് റബ്ബേ നീ ഞങ്ങളെ സഹായിക്കുന്നത്? എത്ര കാലമായി റബ്ബേ ഞങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് കടന്നു വരിക എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുകയാണ്. ആര്? പ്രവാചകന്മാരും മുഅ്മിനീങ്ങളും. ഇത്രത്തോളം പ്രാരാബ്ധങ്ങൾ അനുഭവിച്ചു പോയവരാണ് നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ. അതുകൊണ്ട് വിഷമിക്കല്ല മുഅ്മിനീങ്ങളെ, വിഷമിക്കല്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതഖ ചെയ്യാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. എന്തുകൊണ്ട്? ഈ പരീക്ഷണങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? ഒന്ന്, പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമെന്നാണ്. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരുമെന്നാണ്. ഒരു പനി ബാധിച്ചാൽ ആയിരക്കണക്കിന് തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. ഒരു പല്ലുവേദന, നടുവേദന, മുട്ടുവേദന, കണ്ണുവേദന, ചെവിവേദന, എന്തു വേദനയായാലും ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകളെല്ലാം പുറത്തു തരുമെന്നാണ്. ക്ഷമിക്കാൻ തയ്യാറാവണം. ആരോടും പറയാൻ പാടില്ല. നമ്മുടെ പ്രയാസങ്ങൾ ആരോടും പറയാൻ പാടില്ല. പരീക്ഷണങ്ങൾ 3 രീതിയിലാണ് ആളുകൾ നേരിടുക. 3 രീതിയിലാണ് ആളുകൾ പരീക്ഷണങ്ങൾ നേരിടുക. ഇതില് 2 വിഭാഗം ആളുകൾ വിജയിച്ചവരാണ്. ഒരു വിഭാഗം ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ്. ആളുകൾ പരീക്ഷണങ്ങൾ, രോഗങ്ങളായാലും കടങ്ങളായാലും മരണങ്ങളായാലും നഷ്ടങ്ങളായാലും 3 രീതിയിൽ ആളുകൾ ഫേസ് ചെയ്യാൻ നേരിടുക. അതിലൊരു വിഭാഗം ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടവരാണ്. പിന്നൊരു വിഭാഗം കുഴപ്പമില്ല. മൂന്നാമത്തെ വിഭാഗം അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് എന്ന് നിങ്ങൾ നോക്കാം. ഒന്നാമത്തേത് മഹ്റൂമുൻ മിനൽ ഖൈരി, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ട വിഭാഗമാണത്. യുഖാബിലുൽ ബലാ,
ഒരു പനിയോ അസുഖമോ പരീക്ഷണങ്ങളോ മരണങ്ങളോ ഉണ്ടായാൽ അവര് ദേഷ്യപ്പെടും. അവര് ദേഷ്യപ്പെടും. എന്തേ എനിക്ക് മാത്രം അസുഖം തരുന്നത്? ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ സ്വതഖ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, എന്തേ എനിക്ക് മാത്രം അസുഖം, എനിക്ക് മാത്രം പരീക്ഷണം, എനിക്ക് മാത്രം ത്യാഗങ്ങൾ, എന്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിങ്ങനെ പരാതി പറയും. കണ്ടവരോടൊക്കെ പരാതി പറയും, ജനങ്ങളോട് പരാതി പറയും, അല്ലാഹുവിനെ കുറിച്ച് പരിഭവം പറയും, വേവലാദികൾ പറയും, ആവലാദികൾ പറയും. അല്ലാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ തുടങ്ങും. എന്തേ അല്ലാഹു എന്നെ മാത്രം ഇങ്ങനെ ചെയ്യുന്നത്? അല്ലാഹു ഒരു ക്രൂരനാണ്. ഇത്ര ആളുകളുണ്ട്, അവരെ ഒന്നുമില്ലാതെ എന്നെ മാത്രം എന്തേ ഇങ്ങനെ? അല്ലാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കും. അല്ലാഹുവിന്റെ ഖളായിൽ വിശ്വാസം ഉണ്ടാവൂല. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെയാണ്. ഫോൺ വിളിച്ചാൽ അവരോട് പറയും എനിക്ക് വയ്യ, ഞാൻ രോഗിയാണ് മാസങ്ങളായി. ചങ്ങാതിമാര് കണ്ടാൽ അവരോടും കഥകൾ പറയും. മക്കള് ഫോൺ വിളിച്ചാൽ അവരോടും പറയും. ആരെ കണ്ടാലും ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ലാം പറയുന്നവർ, അള്ളാഹുവിന് വിശ്വാസമില്ലാത്ത ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ആളുകൾ. ഇത്തരം ആളുകൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ടവരാണ്. കാരണം പരീക്ഷണങ്ങളിൽ അവർ വിജയിക്കൂല. പരീക്ഷണങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും, അത് ക്ഷമിക്കാത്തതിന്റെ പേരിൽ ആഖിറത്തിലും അവർ പരാജയപ്പെട്ടവരാണ്. രണ്ടാമത്തെ വിഭാഗം മുവഫഖ് എന്നാണ് പറയുന്നത്. യുഖാബിലുൽ ബലാഅ ബിസ്സബ്രി. പനി വന്നാൽ അവർ ക്ഷമിക്കും, തലവേദന വന്നാൽ അവർ ക്ഷമിക്കും, മക്കള് മരണപ്പെട്ടു പോയാലും അവർ ക്ഷമിക്കും, അതേപോലെ കച്ചവടം നഷ്ടപ്പെട്ടാലും അവർ ക്ഷമിക്കും. വഹുസ്നുൽ ളന്നി ബില്ലാഹ്. അവര് പറയും ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈർ തരും, അല്ലാഹു ശിഫ നൽകും, അല്ലാഹു നഷ്ടങ്ങളെല്ലാം തീർക്കും, ഈ മക്കൾക്ക് പകരം അല്ലാഹു അടുത്ത മക്കളെ തരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ഇതിന് പകരം തരുമെന്നുള്ള വിശ്വാസത്തോടെ അവർ ക്ഷമിക്കാൻ തയ്യാറാകും. അവര് ഭാഗ്യവാന്മാരാണ്.